കൊല്ലം കൊട്ടാരക്കരയിൽ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ തൊഴുകയായിരുന്ന പള്ളിക്കൽ സ്വദേശി പ്രകാശിനെയാണ് നായ ആക്രമിച്ചത്. ചന്തമുക്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി സലീമിനും കടിയേറ്റു. കടിയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ സ്ത്രീക്കും നായയുടെ കടിയേറ്റു. കടയിലോട്ട് പോകുമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ. പട്ടി ഓടി ഇങ്ങോട്ട് വന്ന് കടിക്കുമായിരുന്നു, ചാടി കടിക്കുമായിരുന്നു. നൈറ്റി എല്ലാം വലിച്ച് കയറി വെച്ച് കടിക്കുമായിരുന്നു. അങ്ങനെ മുറ്റത്ത് വേറെ ഒരാൾ നിന്നു. ഹെൽമെറ്റ് വെച്ച് അടിച്ചണക്കെ ഒന്നും പോയില്ല. പിന്നെ ഒത്തിരി അടിച്ചണക്കെ അത് പിന്നെ പോയത്. ഓടിപ്പോയി ചന്തമുക്കി ചെന്ന് 5-6 പേരെ കടിച്ച്. ഈ പട്ടി പെട്ടെന്നൊന്ന് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. അതിനെ പെട്ടെന്നടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തി. പിന്നീട് അവർ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരുപാട് പേരെ കടിച്ചു എന്നാണ് അറിയാനും കൂടെ കഴിഞ്ഞിട്ടുള്ളത്. ഇത് അടിയന്തരമായിട്ട് ഇന്ന് നഗരസഭയിൽ കൗൺസിൽ യോഗമുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രോഗ്രാം അടിയന്തരമായിട്ട് നടത്തി ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പിന്നീട് ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കേന്ദ്ര നിയമം അനുസരിച്ചുകൊണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിഗതികളുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതിനെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഭയപ്പാടും കൂടെ ഉണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഒരേ നായ തന്നെയാണോ 3 പേരെയും ആക്രമിച്ചത്? ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? അമൃത, കൊട്ടാരക്കരയിലാണ് ഇന്ന് രാവിലെയോടുകൂടെ ഒരു നായ, ഇപ്പോൾ 3 പേരുടെ വിവരമാണ് നമുക്ക് കൃത്യമായി ലഭിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ എല്ലാം ആക്രമിച്ചിരിക്കുന്നത് ഒരേ നായ തന്നെ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു 3 പേർക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അവിടെ കൊടിമരത്തിന് സമീപത്ത് തൊഴുതുകൊണ്ട് നിന്ന പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള പ്രകാശിനെയാണ് ആദ്യം ആക്രമിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രകാശിനെ ആക്രമിച്ചതിന് ശേഷം ചന്തമുക്കിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള സലീമിനെ ആക്രമിക്കുന്നു. തുടർന്ന് കുഞ്ഞുമായി സാധനം വാങ്ങാനായി കടയിലേക്ക് പോയ വീട്ടമ്മയ്ക്കും നായയുടെ കടിയേൽക്കുകയാണ്. കുഞ്ഞുമായി പോകുമ്പോഴൊക്കെ ആ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് അവരുടെ വലിയൊരു ഭാഗ്യമെന്ന് വേണം കരുതാനായിട്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ കടിച്ച ഉടനെ നായ വിട്ടുപോവുകയല്ല. നിരവധി തവണ ആളുകൾ അതിനെ ഹെൽമറ്റ് കൊണ്ട് ഉപദ്രവിച്ചതിന് ശേഷമാണ് അത് വിട്ടുപോകുന്നത് തയ്യാറായത്. ആ ഗണപതി ക്ഷേത്രത്തിന്റെ അവിടെയും ആളുകൾക്ക് ഏറെ നേരം അത് ഭീതി പരത്തുകയും ചെയ്ത് ഒരാളെ കടിച്ചു അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചിട്ട് പോകാതെ നിന്നുകൊണ്ട് ആളുകൾക്ക് ഒരു പേടിയുണ്ടാക്കുകയും തുടർന്ന് നിരവധി ആളുകൾ ചേർന്നാണ് അതിനെ അടിച്ചും കല്ലെറിഞ്ഞുമൊക്കെ ഓടിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൊട്ടാരക്കര നഗരസഭ ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം രൂക്ഷമായി വരുന്നത് ആളുകൾക്ക് പേടിയുണ്ടാക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി ആളുകളെ ഒരേ ദിവസം ഒരേ സമയം തന്നെ കടിക്കുന്നത് ഇനി പേവിഷബാധയേറ്റ നായയാണെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചികിത്സയായിരിക്കും ഇവർക്കൊക്കെ നൽകുക എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നു. അമൃത. ശരി ലിജോ.